അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ക്രാബ് റോസ്റ്റ് ആട്ടോ. നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്ന ഒരു ക്രാബ് റോസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് വാങ്ങിയതാട്ടോ. ഞാനിത് ഉണ്ടാക്കലൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് ഞാനിത് കുക്ക് ചെയ്യണം. കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാനത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒക്കെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ചധികം ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 തക്കാളി, 2 വല്യുള്ളി, 2 അല്ലി കറിവേപ്പിലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കട്ടാക്കി കണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ, വല്യുള്ളി കുറച്ചിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചെറിയ ഉള്ളി അതിൽ കടന്ന് നല്ലോണം വഴണ്ടി വരണം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുള്ളി നല്ലോണം വഴണ്ടി വന്നപ്പോൾ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായതിന് സവാള ചേർത്ത് കൊടുത്തു കേട്ടോ. സവാളയും കറിവേപ്പിലയും കൂടി ഇനി അതൊന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനി വഴണ്ടി വരട്ടെ കേട്ടോ. അത് വഴണ്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുത്ത് ഇനി അതിൻ്റെ പച്ചമണം വാടുന്നത് വരെ അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ പറഞ്ഞത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഒത്തിരി വലിയ ജീരകം കേട്ടോ. പിന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി അതിൽ ചേർത്തെടുത്തിട്ടൊന്ന് വഴറ്റുക കേട്ടോ. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ തുറന്നൊക്കെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ അത് വെന്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ചേർത്തിട്ടോ. മസാലപ്പൊടിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കൊടുമ്പുളി ഞാൻ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ. വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ലല്ലോ, അപ്പോൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ക്രാബ് കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം, അതാണ് കുറച്ച് ടാസ്ക്. ഇതിട്ട് കഴിഞ്ഞ് വെക്കേണ്ടത് മസാലയായിട്ടൊന്ന് കൊടുക്കാൻ കുറച്ച് പണി കേട്ടോ. നമ്മൾ ഇളക്കി വിചാരിച്ച ഭാഗത്തേക്ക് അത് സെറ്റായി കിട്ടില്ല. എന്തായാലും കുറേ ഇളക്കിയിട്ട് അത് എല്ലാ ഭാഗത്തേക്കും മസാല ആണോ പോലത്തിലാക്കിയിട്ട് പിന്നെ നമ്മളത് നല്ല തിളച്ചിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ആവോളം പിന്നെ അടച്ച് വെച്ചവിടെ നിൽക്കട്ടെ വിചാരിച്ച് വെച്ചിട്ടോ. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുത്തുട്ടോ. അപ്പോൾ ഇനി മേലുള്ളതൊക്കെ താഴേക്കായിട്ടൊന്ന് വേവട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് പിന്നെ ഒന്ന് 10 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. കുറച്ച് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇളക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 20 മിനിറ്റ് ആട്ടോ മൊത്തം നമുക്ക് ടൈം അത് വേവിക്കാൻ വേണ്ടി എടുത്തത്. കഴിഞ്ഞപ്പോൾ കറക്റ്റ് നമ്മൾ വിചാരിച്ച രീതിക്ക് ആയി കിട്ടിയിട്ട് മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാല പിടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ സംഭവം എന്തായാലും ഉണ്ടാക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെ എവിടുന്നെങ്കിലൊക്കെ ക്രാബിനെ കിട്ടുമ്പോൾ ഒന്ന് വാങ്ങിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.